നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച INDAA എന്ന പ്രതിപക്ഷ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റായ ഫറൂഖ് അബ്ദുള്ള. ഇന്ത്യ സഖ്യത്തിൽ നിന്നും ചില പാർട്ടികൾ പുറത്തു പോകുമെന്നും അവർ ഒരു പ്രത്യേക ബ്ലോക്ക് തന്നെ രൂപീകരിക്കുമെന്നുമാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത്. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചുവെങ്കിൽ പോലും അത് എവിടെയും എത്താതെ വഴിമുട്ടി നിൽക്കുന്നതിനിടയിലാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത് എന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. എന്തായാലും കോൺഗ്രസുമായി സഖ്യം വേണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയിലെയും തൃണമൂൽ കോൺഗ്രസിലെയും നേതാക്കളും പ്രവർത്തകരും ഒക്കെ രണ്ട് തട്ടിൽ തന്നെയാണ് എന്ന കാര്യം നമുക്കറിയാം. ഇത് യൂട്യൂബ് ചാനലിലൂടെ കപിൽ സിബലുമായി നടത്തിയ ഒരു സംഭാഷണത്തിനിടയിലാണ് ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നും ഇത്രയും സുപ്രധാനമായ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ചിലർ ചേർന്ന് മറ്റൊരു സഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. ഓരോ പാർട്ടിയും അവർക്ക് ആധിപത്യമുള്ള ഇടങ്ങളിൽ മാത്രമേ സീറ്റ് ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ ഒരിക്കലും വിജയിക്കാത്തതോ ആധിപത്യമില്ലാത്തതോ ആയ സീറ്റുകൾ ചോദിക്കുന്നത് തെറ്റാണ് എന്നുകൂടി ഫറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട്. പ്രതിപക്ഷം അവരുടെ പ്രശ്നങ്ങളെ മറന്ന് കൈ കോർത്തില്ല എങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അബദ്ധം. 2024 സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അബദ്ധം അത് തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ ദില്ലിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് INDA സഖ്യത്തിലെ നേതാക്കൾ തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നുവെന്നും പക്ഷെ സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്കും എത്താൻ അവർക്ക് സാധിച്ചില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നു. വിജയിക്കാത്ത സീറ്റുകളിൽ എന്തിനാണ് എപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന് ഫറൂഖ് അബ്ദുള്ള ചോദിക്കുമ്പോൾ തീർച്ചയായും ഇത് കോൺഗ്രസ് പാർട്ടിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതിനോടകം തന്നെ INDA എന്ന സഖ്യത്തിനുള്ളിൽ കുറുമുന്നണി ഉണ്ട് എന്നുള്ള ആരോപണം വളരെ ശക്തമായിരുന്നു. അതിൽ പ്രതികൂട്ടിൽ നിന്നിരുന്നത് മമതാ ബാനർജിയും കെജ്രിവാളും തന്നെയായിരുന്നു. അങ്ങനെ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ INDAയ്ക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഒരു കുറുമുന്നണി ഉണ്ട് എന്നുള്ള അഭ്യൂഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നും ഈ സുപ്രധാന പരാമർശം ഉണ്ടായിരിക്കുന്നത്. INDAA എന്ന ബ്ലോക്കിൽ നിന്നും ചില പാർട്ടികൾ പുറത്തു പോകുമെന്നും അവർ മറ്റൊരു ബ്ലോക്ക് രൂപീകരിച്ച് NDAയ്ക്കെതിരെ പടവിട്ടും എന്നും തന്നെയാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.